പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിൽ ഇസ്രയേൽ സൈന്യം പലസ്തീനികളെ മനുഷ്യകവചമായി ഉപയോഗിച്ചുവെന്നാരോപിച്ച് 6ഓളം കേസുകൾ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ പ്രതിരോധ സേനയുടെ മിലിറ്ററി പോലീസ് അന്വേഷണം ആരംഭിച്ചതായി റിപ്പോർട്ട്. ഗാസയിൽ ഓപ്പറേഷൻ നടത്തുന്നതിനിടെ IDF പലസ്തീൻ സിവിലിയന്മാരെ പരിക്കേൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുമെന്ന് ഹാരിസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രയേൽ സൈന്യം പലപ്പോഴും പലസ്തീനികളെ കെട്ടിടങ്ങളിലും തുരങ്കങ്ങളിലും പരിശോധനയ്ക്കായി അയച്ചിരുന്നു. ഇത് ആത്യന്തികമായി അവരുടെ ജീവൻ അപകടത്തിലാക്കി. ഹാരിസ് റിപ്പോർട്ട് സ്ഥിരീകരിച്ച IDF വിഷയം പരിശോധിച്ചു വരികയാണെന്ന് അറിയിച്ചു. എന്നാൽ അന്താരാഷ്ട്ര നിയമങ്ങളും സൈനിക മൂല്യങ്ങളും അനുസരിച്ചാണ് IDF പ്രവർത്തിക്കുന്നതെന്നും മനുഷ്യകവചങ്ങൾ ഉപയോഗിക്കുന്നതോ സൈനിക ദൗത്യങ്ങളിൽ ആളുകളെ പങ്കെടുപ്പിക്കുന്നതോ IDFന്റെ നിർദ്ദേശങ്ങൾ വിലക്കുന്നുവെന്നും ചൂണ്ടിക്കാണിച്ച് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം രംഗത്തെത്തിയിട്ടുണ്ട്. യുദ്ധസമയത്ത് സൈനികർക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രോട്ടോകോളുകളും മാർഗനിർദ്ദേശങ്ങളും പതിവായി ഇസ്രയേൽ നൽകണമായിരുന്നു. മാർഗനിർദ്ദേശങ്ങളും പ്രോട്ടോകോളുകളും പാലിക്കാത്ത ഇവരുടെ പെരുമാറ്റച്ചട്ടങ്ങൾ പരിശോധിക്കും. യുദ്ധത്തിനിടെ സൈനിക ദൗത്യങ്ങൾക്കായി പലസ്തീനികളെ ഉപയോഗിക്കുന്നതായി സംശയമുയർന്നതിനെ തുടർന്ന് നിരവധി കേസുകളിൽ മിലിറ്ററി പോലീസ് ഇൻവെസ്റ്റിഗേറ്ററി യൂണിറ്റ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കേസുകളിൽ അന്വേഷണം തുടരുകയാണ്. സ്വാഭാവികമായും അവയെക്കുറിച്ച് വിശദീകരിക്കാൻ ഇപ്പോൾ കഴിയില്ലെന്നാണ് ഇസ്രയേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞത്. സൈനികർ സാധാരണക്കാരെ സൈനിക നടപടികളിൽ പങ്കെടുക്കാൻ നിർബന്ധിച്ചുവെന്ന സംശയം ഇസ്രയേൽ സൈന്യം സമ്മതിക്കുന്നത് ഇതാദ്യമാണെന്നത് ശ്രദ്ധേയമാണ്. ചതുപ്പു നിലങ്ങളുള്ള വീടുകളിലൂടെയും തുരങ്കങ്ങളിലൂടെയും സഞ്ചരിക്കാൻ ഇസ്രയേൽ സൈനികർ പലസ്തീൻ പൗരന്മാരെ ഉപയോഗിച്ചുവെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് CNN ആയിരുന്നു. സൈന്യം അന്വേഷിക്കുന്ന സമാനമായ കേസുകളുടെ എണ്ണം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും 6 കേസുകൾ വരെയുണ്ടെന്ന് ഹാരിസ് റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ഗാസ, ഗാസ സിറ്റി, ഖാൻ യൂനിസ്, റഫ എന്നിവിടങ്ങളിലാണ് പലസ്തീൻ പൗരന്മാരെ ഇസ്രയേൽ സൈന്യം മനുഷ്യകവചമായി ഉപയോഗിച്ചത്. കഴിഞ്ഞ വർഷം CNN നൽകിയ അഭിമുഖത്തിൽ ഒരു ഇസ്രയേലി സൈനികൻ തന്റെ യൂണിറ്റ് ഒരു പലസ്തീൻകാരനെ സൈന്യത്തിന് മുന്നിൽ ഒരു കെട്ടിടത്തിലേക്ക് കയറാൻ നിർബന്ധിച്ചുവെന്ന് തുറന്നു പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, മുഹമ്മദ് സാദ് എന്ന 20 വയസ്സുള്ള ഒരു സിവിലിയൻ അമേരിക്കൻ വാർത്താ ഏജൻസിയോട് ഇതിനെപ്പറ്റി നടത്തിയ വെളിപ്പെടുത്തലുകളും ഏറെ ശ്രദ്ധേയമായിരുന്നു. റഫയിൽ വെച്ച് IDF പട്ടാളക്കാർ തന്നെ കസ്റ്റഡിയിലെടുത്തുവെന്നും പല കാര്യങ്ങളും ചെയ്യാൻ അവർ തന്നെ നിർബന്ധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ രീതി വളരെ സാധാരണമായിരുന്നുവെന്നും ഇസ്രയേൽ സൈന്യം ഇതിനെ മോസ്കിറ്റോ പ്രോട്ടോകോൾ എന്നാണ് വിളിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പടിക്കെട്ടിനടിയിൽ നിന്ന് വീഡിയോ എടുക്കൂ എന്ന് അവർ തങ്ങളോട് പറയും. എന്തെങ്കിലും കണ്ടെത്തിയാൽ അത് പുറത്തേക്ക് കൊണ്ടുവരാനും പറയും. ഉദാഹരണത്തിന്, വീട്ടിൽ നിന്ന് സാധനങ്ങൾ നീക്കം ചെയ്യാനും ഇവിടെ വൃത്തിയാക്കാനും സോഫ മാറ്റാനും ഫ്രിഡ്ജ് തുറക്കാനും അലമാര തുറക്കാനും അവർ തങ്ങളോട് ആവശ്യപ്പെടും. പക്ഷേ സൈനിക പ്രോട്ടോകോളുകൾ തടവുകാരായ ഗാസയിലെ സാധാരണക്കാരെ സൈനിക പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നത് കർശനമായി വിലക്കുന്നുവെന്ന് IDF ആവർത്തിച്ചു വാദിച്ചു. എന്നാൽ ഇസ്രയേൽ സൈന്യത്തിൽ നിന്നുള്ളവരുടെ തന്നെ ഇത്തരം വെളിപ്പെടുത്തലുകൾ ഇസ്രയേലിന്റെ എല്ലാ വാദങ്ങളും തകർക്കുന്നവയാണ്. ഇത്രത്തോളം നാണം കെട്ട സൈനിക വൃത്തി ഇസ്രയേൽ എന്ന രാജ്യത്തിന് മാത്രമേ കാണുകയുള്ളൂ. ഗാസയിലെ ജനങ്ങളുടെ പട്ടിണി വരെ ആയുധമാക്കി മാറ്റിയ തന്ത്രമാണ് ഇസ്രയേൽ പ്രയോഗിച്ചത്. അപ്പോൾ പിന്നെ സൈന്യം ഇങ്ങനെ ചെയ്യുന്നതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. ഒരു ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ 16ഉം 20ഉം വയസ്സുള്ള 2 പലസ്തീൻ തടവുകാരുമായി എത്തി. കെട്ടിടങ്ങളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അവരെ മനുഷ്യകവചമായി ഉപയോഗിക്കാൻ തങ്ങളോട് പറഞ്ഞതായി CNN വെളിപ്പെടുത്തൽ നടത്തിയ ഇസ്രയേൽ സൈനികൻ പറഞ്ഞിരുന്നു. ഈ രീതിയെ ചോദ്യം ചെയ്തപ്പോൾ തന്റെ കമാൻഡർമാരിൽ ഒരാൾ തന്നോട് നമ്മുടെ സൈനികർ പൊട്ടിത്തെറിക്കുന്നതിന് പകരം പലസ്തീൻകാർ പൊട്ടിത്തെറിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഗാസയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഒന്നും ചിന്തിക്കാൻ സാധിക്കില്ലെന്നും നിങ്ങൾ ക്ഷീണിതനായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2 ദിവസത്തിനു ശേഷം താനും തന്റെ കൂട്ടാളികളും ഈ പരിശീലനം തുടരാൻ വിസമ്മതിച്ചുവെന്നും മുതിർന്ന കമാൻഡറോട് ഇക്കാര്യം ചോദ്യം ചെയ്തുവെന്നും സൈനികൻ പറഞ്ഞു. അന്താരാഷ്ട്ര നിയമത്തെക്കുറിച്ച് ചിന്തിക്കരുതെന്ന് പറഞ്ഞ കമാൻഡർ സ്വന്തം ജീവനാണ് കൂടുതൽ പ്രാധാന്യമെന്ന് എടുത്തു പറയുകയും ഒടുവിൽ 2 പലസ്തീനികളെ വിട്ടയച്ചുവെന്നും സൈനികൻ വെളിപ്പെടുത്തി. ഇസ്രയേലി സൈനികർക്ക് സംസാരിക്കാനും അവരുടെ ഭാഗം സംസാരിക്കാനും അവസരമൊരുക്കുന്ന സംഘടനയായ ബ്രേക്കിംഗ് ദി സൈലൻസ് ആണ് CNN ഈ സൈനികനുമായി ബന്ധിപ്പിച്ചത്. ഗാസയിൽ ഇസ്രയേൽ സൈന്യം പലസ്തീനികളെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്ന 3 ഫോട്ടോകൾ ബ്രേക്കിംഗ് ദി സൈലൻസ് എന്ന മാധ്യമം CNN നൽകിയിരുന്നു. വടക്കൻ ഗാസയിലെ ഒരു സ്ഥലത്ത് ഒരു സിവിലിയനെ മുന്നോട്ട് കൊണ്ടുപോകാൻ 2 സൈനികർ ആഹ്വാനം ചെയ്യുന്നതാണ് ഒരു ഫോട്ടോ കാണിക്കുന്നത്. രണ്ടാമത്തേതിൽ മനുഷ്യകവചമായി ഉപയോഗിക്കുന്ന 2 സിവിലിയന്മാർ ബന്ദിയായി കണ്ണുകെട്ടിയിരിക്കുന്നു. മൂന്നാമത്തേതിൽ ബന്ധിതനായ ഒരു സിവിലിയന് കാവൽ നിൽക്കുന്ന ഒരു സൈനികനെ കാണിക്കുന്നു. സൈനിക പ്രവർത്തനങ്ങൾ സംരക്ഷിക്കുന്നതിനോ സൈനിക നടപടികളിൽ സാധാരണക്കാരെ നിർബന്ധിച്ച് ഉൾപ്പെടുത്തുന്നതിനോ സിവിലിയന്മാരെ ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര നിയമത്തിന് തന്നെ എതിരാണ്. എന്ത് ധൈര്യത്തിലാണ് ഇസ്രയേൽ സ്വന്തം സൈന്യത്തിന് ഇത്തരമൊരു നിർദ്ദേശം നൽകുന്നത്? ഇത്രയും മനുഷ്യത്വരഹിതമായ നീക്കങ്ങൾ ഒരു യുദ്ധമുഖത്ത് കൊണ്ടുവരാൻ അത്രത്തോളം തരം താണ ഒരു ഭരണകൂടത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനിടയിൽ ഗാസയിൽ ലൈംഗിക പ്രത്യുൽപാദന ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ ആസൂത്രിതമായി നശിപ്പിച്ചുകൊണ്ട്
ഇസ്രയേൽ വംശഹത്യ നടത്തിയതായുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. പലസ്തീനിലെ പ്രധാന ഫെർട്ടിലിറ്റി കേന്ദ്രങ്ങളെ ഇസ്രയേൽ മനഃപൂർവ്വം ആക്രമിച്ചു നശിപ്പിച്ചു എന്നും സുരക്ഷിതമായ ഗർഭധാരണം, പ്രസവം, നവജാത ശിശു സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള മരുന്നുകൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഇസ്രയേൽ ഉപരോധിക്കുകയും തടയുകയും ചെയ്തുവെന്ന് UN അന്വേഷണ കമ്മീഷൻ പറയുന്നു. ലൈംഗിക പ്രത്യുൽപാദന ആരോഗ്യ സംരക്ഷണം വ്യവസ്ഥാപിതമായി നശിപ്പിക്കുന്നതിലൂടെ ഗാസയിലെ പലസ്തീനികളുടെ പ്രത്യുൽപാദന ശേഷി ഇസ്രയേൽ അധികാരികൾ ഭാഗികമായി നശിപ്പിച്ചിരിക്കുന്നുവെന്ന് UN കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. 2023 ഒക്ടോബർ 7 ഇസ്രയേലിനു നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിനു ശേഷം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ പ്രത്യാക്രമണം സത്യത്തിൽ 2 തരത്തിലാണെന്ന് UN പറയുന്നു. ഐക്യരാഷ്ട്രസഭയുടെ വംശഹത്യാ കൺവെൻഷൻ കുറ്റകൃത്യത്തെ നിർവചിക്കുന്നത് ഒരു ദേശീയ അല്ലെങ്കിൽ വംശീയ മതപരമായ വിഭാഗത്തെ പൂർണ്ണമായോ ഭാഗികമായോ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്ന പ്രവൃത്തികളായാണ്. അതായത് ഭാവിയിൽ പലസ്തീനിലെ സ്ത്രീകൾക്ക് പുതിയ ആരോഗ്യകരമായ തലമുറയെ സൃഷ്ടിക്കാനാകാത്ത വിധം ആശുപത്രികളും IVF ക്ലിനിക്കുകളുമെല്ലാം ഇസ്രയേൽ മനഃപൂർവ്വം തകർത്തു കളഞ്ഞിരിക്കുന്നു. ഇസ്രയേലിന്റെ ഇത്തരം നിയമലംഘനങ്ങൾ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഗുരുതരമായ ശാരീരികവും മാനസികവുമായ ദ്രോഹങ്ങളും കഷ്ടപ്പാടുകളും വരുത്തിവെച്ചിട്ടുണ്ട്. മാത്രമല്ല പലസ്തീനികളുടെ മാനസികാരോഗ്യത്തിനും പ്രത്യുൽപാദന സാധ്യതകൾക്കും ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും കമ്മീഷൻ അധ്യക്ഷ നവീ പിള്ള പ്രസ്താവനയിൽ പറയുകയുണ്ടായി. എന്നാൽ ഇസ്രയേൽ പ്രതിരോധ സേനയെ കുറ്റപ്പെടുത്താനുള്ള ലജ്ജാകരമായ ശ്രമമാണ് UNന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നായിരുന്നു ഇസ്രയേലിന്റെ പ്രതികരണം. ഗാസയിലെ പ്രസവ ആശുപത്രികളും വാർഡുകളും പ്രദേശത്തെ പ്രധാന ഇൻവിട്രോ ഫെർട്ടിലിറ്റി ക്ലിനിക്കായ അൽബസ്മ IVF സെന്ററും ആസൂത്രിതമായി നശിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. 2023 ഡിസംബറിൽ അൽബസ്മയ്ക്ക് നേരെ ഷെല്ലാക്രമണം നടന്നതായും പ്രതിമാസം 2000 മുതൽ 3000 വരെ രോഗികൾക്ക് സേവനം നൽകിയിരുന്ന ഒരു ക്ലിനിക്കിൽ ഏകദേശം 4000 ഭ്രൂണങ്ങൾ നശിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇസ്രയേലി സുരക്ഷാ സേന മനഃപൂർവ്വം ക്ലിനിക്ക് ആക്രമിച്ച് നശിപ്പിച്ചതായി കമ്മീഷൻ കണ്ടെത്തി. ഗാസയിലെ പലസ്തീനികൾക്കിടയിലെ ജനനം തടയുന്നതിനുള്ള ഒരു നടപടിയായിരുന്നു അത്. ഇതൊരു വംശഹത്യയാണെന്ന് കമ്മീഷൻ കണ്ടെത്തുകയും ചെയ്തു. മനുഷ്യർക്ക് നേരെ ഇത്തരത്തിൽ ക്രൂരവും നീചവുമായ ഒരു നടപടി കൈക്കൊള്ളാൻ ഇസ്രയേൽ പോലൊരു രാജ്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു മനുഷ്യവംശത്തെ വേരോടെ നശിപ്പിക്കണമെന്ന ചിന്തയും അതിനുള്ള പ്രവൃത്തികളും അങ്ങേയറ്റം നീചന്മാരായവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. വെളിച്ചത്ത് വന്ന ഇസ്രയേലിന്റെ ഈ പ്രവൃത്തികൾക്ക് ഇസ്രയേലിലെ ഓരോ ആളുകളും ഉത്തരവാദികളാണ്. നെതന്യാഹുവിനെ പോലുള്ള ഒരു തലവൻ ഭരണത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇസ്രയേൽ ഈ പഴി കേൾക്കുക തന്നെ ചെയ്യും.